ആവണം. ആണോ? തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെയും വോട്ടെണ്ണൽ തുടങ്ങാൻ അല്പനിമിഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള വി മുരളീധരനാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കടന്നുപോയത്. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലാണ് രണ്ട് മണ്ഡലത്തിൻ്റെയും വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യം 8 മണിയാകുമ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. അരമണിക്കൂറിന് ശേഷം നമുക്ക് മറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടെണ്ണി തുടങ്ങും. അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വോട്ടെണ്ണലിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലായി തുടങ്ങും. ആർക്കാണ് ലീഡ് കിട്ടുക, എങ്ങനെയാണ് വോട്ട് പോകുക എന്നത്. നമുക്കറിയാം, വളരെ വാശിയേറിയ ഒരു മത്സരം നടന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും. നമുക്ക് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അതിനൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലവും ഇത്തവണ എക്സിറ്റ് പോളുകളിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിനും തിരുവനന്തപുരം മണ്ഡലത്തിനും ഒരു സാധ്യത, BJPക്ക് സാധ്യത പറഞ്ഞിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ വളരെ ശക്തമായൊരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ പ്രവർത്തകർ ആകാംക്ഷയോടുകൂടി കാക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നമുക്ക് കാണാം, ഈ സ്ഥലങ്ങളിൽ വളരെ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പരിസരത്ത് ആളുകളെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. ശക്തമായൊരു സുരക്ഷാ സന്നാഹം നടത്തുന്ന പ്രദേശത്ത് തന്നെയുണ്ട്. കൂടുതൽ ഒരു വളരെ ശക്തമായൊരു പോരാട്ടം നടന്നൊരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. ശശി തരൂർ UDFന് വേണ്ടി മത്സരിക്കുന്നു. LDFന് വേണ്ടി പന്ന്യൻ രവീന്ദ്രനും BJPയുടെ NDAക്ക് വേണ്ടിയിട്ട് BJPയുടെ രാജീവ് ചന്ദ്രശേഖറുമാണ് മത്സരിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDFന് വേണ്ടിയിട്ട് നിലവിലെ MP തന്നെയായിട്ടുള്ള അടൂർ പ്രകാശും LDF സ്ഥാനാർത്ഥിയായിട്ട് CPMൻ്റെ ജില്ലാ സെക്രട്ടറി V ജോയിയും ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരനുമാണ് മത്സരിച്ചത്. ഇത്തവണ വളരെ ശക്തമായ എക്സിറ്റ് പോളുകളിലടക്കം BJPക്ക് സാധ്യത കൽപ്പിക്കുന്ന രണ്ട് മണ്ഡലമാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും. അതിൽ തിരുവനന്തപുരത്ത് BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അതിൻ്റെ ഒരു ആകാംക്ഷ ആളുകളിലുണ്ട് തിരുവനന്തപുരത്ത്. കേരളത്തിൽ 3 താമര വിരിയുമെന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. നമുക്ക് വളരെ ശക്തമായ ഒരു മത്സരത്തിൻ്റെ ഒരു വോട്ടെണ്ണലിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു ആകാംക്ഷ നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. നമുക്ക് വളരെ ശക്തമായ ഒരു സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഇവിടെയുണ്ട് ഈ പ്രദേശത്ത്. കാരണം നമുക്കറിയാം, വളരെ കൂടുതൽ ആകാംക്ഷ ഉറപ്പിക്കുകയും ആഘോഷം ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയായതുകൊണ്ട് തന്നെ വളരെ ഗതാഗതം നിയന്ത്രിച്ചിട്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. വാഹനങ്ങൾ കടന്നു പോകുന്നതിൽ നിയന്ത്രണമുണ്ട്. പോലീസുകാർ കൂടുതൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി കൂടുതൽ വോട്ടെണ്ണലിൻ്റെ കൂടുതൽ വിവരങ്ങൾ 8 മണിയാകുമ്പോൾ, രാവിലെ 6 മണിക്ക് മുതൽ തന്നെ വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തെടുത്തു. 8 മണിക്ക് വോട്ടെണ്ണലാകും. ആദ്യത്തെ വോട്ടെണ്ണൽ തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. അതിനുശേഷം 8:30 ആകുമ്പോൾ അരമണിക്കൂറിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ആദ്യ ഫല സൂചനകൾ വന്നു തുടങ്ങും. തിരുവനന്തപുരത്തു നിന്നും പ്രവീൺ ദാസിനൊപ്പം വിഷ്ണു കോട്ടാങ്ങൽ.